ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രിയനെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദിൻ്റെ പാട്ടും ഒക്കെയാണ് കാണിക്കുന്നതിന്. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഇരുമ്പോഴത്തേക്കും വേഗം വിലാസിനി ഇങ്ങനെ തല ഇറങ്ങി വീഴും കേട്ടോ. തല ഇറങ്ങി വീഴുമ്പോഴത്തേക്കും വിലാസിനി ഇങ്ങനെ വേഗം ഗോവിന്ദ് കയറി ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ കയറി പിടിക്കുക വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും എല്ലാവരും ഇതെന്താണെന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം ഇങ്ങനെ തലകറക്കവാദാന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഭദ്രൻ പറയുന്നുണ്ട്, ഓ ഇത് അവളുടെ അടവാ, എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അത് കുളവാക്കാൻ വേണ്ടി അവൾ ഓരോന്നിങ്ങനെ കാണിക്കുമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേഗം വിലാസിനി ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തല ഇറങ്ങി വീഴാൻ തുടങ്ങി. കണ്ണൊക്കെ തുറന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രിയമ്മോളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങല്ലേ, അത് നടക്കട്ടെ, അതിൻ്റെ മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ ഇങ്ങനെ വീട്ടിലേക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് വിലാസിനി. എന്നിട്ടപ്പോഴത്തേക്കും ഗീതുവും ഗോവിന്ദോട് പറയാം, എന്നാൽ ഞങ്ങൾ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഞാൻ ഈ കാര്യം നോക്കിക്കോളാം, വേറെ ആരും ഇതോർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം, അമ്മയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, എനിക്കിപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ട, കുഴപ്പമൊന്നുമില്ലെന്നേ. അങ്ങനെ പ്രിയനെ അവർ വീട്ടിലേക്ക് പോകാനുള്ള ഭക്ഷണം കഴിക്കുകയും വീട്ടിലേക്ക് പോകാനൊക്കെ തുടങ്ങുവാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങ് ഇറങ്ങുന്ന മുഹൂർത്തമായി. അപ്പോഴത്തേക്കും വിലാസിനി എന്ന് പ്രിയമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഓടുകയും വയറിൽ തലോടുകയൊക്കെയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, എനിക്കിനി ഇങ്ങനെ കാണാൻ പറ്റുമോ, എനിക്കിനി കുഞ്ഞിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിലാസിന് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഓർക്കുന്നത്. അതിനുശേഷം അവരെല്ലാം പോയ ശേഷം ഗീതുവും ഗോവിന്ദും കൂടെ ഇവരുടെ അമ്മേനെയും കൊണ്ട് വിലാസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങും. വിലാസിന് പറയും, വേണ്ടെന്ന്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ സമ്മതിക്കണില്ല. അപ്പോൾ അവരെങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങും. അപ്പോഴത്തേക്കും ഭദ്രൻ വിനോദിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ അമ്മയുടെ അഭിനയം കണ്ടോ, തകർത്ത അഭിനയം, ആ പേരും പറഞ്ഞിപ്പോൾ കുറേ പൈസ ഇപ്പോൾ അവളുണ്ട്, മേടിക്കൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ഗീതു ഭദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലാണ് പിന്നെ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വേഗം എത്രയും വേഗം ചെയ്യണം, ഇതന്ന് ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ ഇനി ഒരു ദിവസം പോലും നമുക്ക് മാറ്റി വയ്ക്കാനില്ല എന്ന് പറയാം. അങ്ങനെ അവർ ഓപ്പറേഷന് വേണ്ടി എല്ലാം റെഡിയാക്കുക കേട്ടോ. ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി വരുവാണ്. വിലാസിനി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഗീതു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയെ. അപ്പോൾ പറയും, മോള് സങ്കടപ്പെടണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വരും, കാരണം എനിക്ക് എൻ്റെ കൊച്ചുമക്കളെയും ഒക്കെ കളിപ്പിച്ച് എനിക്ക് എൻ്റെ ജീവിതം ഇനിയും മുന്നോട്ട് പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിലാസിനി ഇങ്ങനെ പറയും കേട്ടോ. ഗീതുവിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുക. ഗീതുവിനെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് എല്ലാവരുടെയും അടുത്ത് പറയണം, ഇനി ഇങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗീതു പറയും, ഞാൻ അല്ലെങ്കിലും ഇപ്പം തന്നെ വിളിച്ച് വിനോദിനെയും ഭദ്രൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന കാര്യം ഇങ്ങനെ ഗീതു പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ വിളിച്ച് പറയാം, അവർ കൂടെ വരട്ടെ. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, ഗോവിന്ദൻ ഇതിന് എത്ര ദിവസമായി ഈ ടെൻഷനും ഈ പൈസയുടെ ചിലവും ഒക്കെ ആയി, ഗോവിന്ദേട്ടൻ തന്നെയല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇപ്പം എന്തായാലും ഞാൻ അവരെ വിളിച്ച് വരാൻ പറയും. അപ്പോൾ പറയും, എന്നാണല്ലോ അമ്മയുടെ അസുഖ വിവരത്തെക്കുറിച്ച് അച്ഛൻ്റെ അടുത്തും വിനോദിൻ്റെ അടുത്തും സംസാരിക്കണമെന്ന് ഇങ്ങനെ ഗീതു പറയട്ടോ. ഗീതു ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഗീതുവിൻ്റെ അടുത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു നീ നല്ല ബോൾഡാണെന്നാണ് ഞാൻ വിചാരിച്ചത്, നീ എന്താ ഇത്ര ഇങ്ങനെ ആവുന്നത്, നീ ഇച്ചിരി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനൊരു പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഗീതു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ എല്ലാ ബോൾഡ്നെസ്സിനും കാരണം ഗോവിന്ദേട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഭയങ്കര കരഞ്ഞിരിക്കും കേട്ടോ, വിഷമിച്ചിരിക്കും. അങ്ങനെ ഗീതുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ തോളിലേക്ക് ചേർന്ന് ഇങ്ങനെ കിടക്കുന്നതാണ്. ഗോവിന്ദ് പറയാണ്, നീ എല്ലാ കാര്യവും ഇങ്ങനെ ബോൾഡായിട്ട് ചെയ്യണം, ഞാനില്ലെങ്കിൽ നിനക്കിതെല്ലാം ചെയ്യണം. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അങ്ങനൊരു കാലം വരുമോ, അതെനിക്ക് ഓർക്കാൻ കൂടെ പറ്റില്ല, അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ തോളിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ മുഖത്ത് നോക്കി വെച്ച് പറയുന്നുണ്ട്, അങ്ങനെ വേണം, അതൊക്കെ വേണം, ഇത്ര ബോൾഡായിട്ട് നീ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് പറയുക കേട്ടോ. അപ്പം ഗീതു പറയുന്നുണ്ട് ഗോവിന്ദനോട്, എനിക്ക് ഗോവിന്ദനെ ഇല്ലാതെ പറ്റത്തില്ല എന്നിങ്ങനെ ഗീതുവും പറയുകയാണ്. അപ്പോൾ അവർ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ പരസ്പരം നോക്കും. അപ്പം ഗോവിന്ദ് മനസ്സ് വിചാരിക്കും, ഞാൻ ഇതിലും കൂടുതൽ എങ്ങനെയാണ് അവളുടെ അടുത്ത് എൻ്റെ സ്നേഹം ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പോൾ അത് സ്നേഹം തുറന്ന് പറയാൻ പറ്റിയൊരു അവസരമോ അല്ലല്ലോ. അങ്ങനെ ഇരിക്കുവാണ്. അതിന് ശേഷം ഗോവിന്ദ് വിചാരിക്കുക, ഗീതുവിനിപ്പോൾ എന്നോട് എങ്ങനത്തെ ഉള്ള സ്നേഹമായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും ഗീതുവിനിപ്പോൾ എന്നെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗീതു ഭയങ്കര വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്.
പിന്നെ കാണിക്കുന്ന പ്രിയേനെയാണ്. പ്രിയ ആണെങ്കിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് രഞ്ജു എന്ന് വെച്ച് അപ്പോൾ ഒരു റൂമിലേക്ക് കയറും. അപ്പോൾ അവിടെ നോക്കി നിറച്ച് പ്രിയയുടെ ഫോട്ടോ ഒക്കെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും രഞ്ജുവിന് ദേഷ്യം വരുവാണ്. അപ്പോൾ രഞ്ജു പറയാതെ രഞ്ജുവിൻ്റെ റൂമാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രിയ പറയാതെ എൻ്റെ റൂമാണ്, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലയെന്ന് വെച്ചിട്ട് എൻ്റെ റൂമല്ലാതെ ആവത്തില്ല, അതെനിക്ക് എൻ്റെ റൂമാണ്, ഞാൻ ഇവിടുന്ന് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് തരുന്ന റൂമല്ല എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുവാണ്. അപ്പോൾ പറയും, നീ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുമൊന്നും വേണ്ട, ഞാൻ നിൻ്റെ ഒരു ചേച്ചിയുടെ സ്ഥാനത്താണെന്ന് പറയും ഇനി ചേച്ചിയോ അത് ഏത് വകയിലാണ് നിങ്ങൾ എൻ്റെ ചേച്ചിയാകുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും. ഞാനുണ്ട് ഗോവിന്ദേട്ടൻ്റെ പെങ്ങളായിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇങ്ങനെ പറയുവാണ്. എനിക്ക് എൻ്റെ റൂം തന്നെ വേണമെന്ന് പ്രിയ പറയുന്നുണ്ട്. കാഞ്ചന പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചനയ്ക്ക് സന്തോഷമാകും, ഇവർ തമ്മിൽ അടിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കാഞ്ചന നല്ല മാറുന്ന ആസ്വദിക്കും ഇവർ തമ്മിലുള്ള വഴക്കൊക്കെ. അങ്ങനെ പ്രിയയുടെ റൂം പ്രിയയ്ക്ക് തന്നെ വേണമെന്ന് പറയുമ്പോൾ രഞ്ജു പറയും, സാരമില്ല, ഞാൻ എൻ്റെ റൂം മാറിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ റൂമിൽ നിന്ന് തന്നെ മാറ്റുമെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടാണ് രാധിക വരുന്നത്. അപ്പോൾ രാധിക ഒന്നിച്ച് ചോദിക്കും, പ്രിയ മോള് നീ ഇങ്ങനെ BP കൂട്ടുമൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ചോദിക്കും, ഇവളെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ചേച്ചി ആവുന്നത്, അതിനെനിക്കിപ്പോൾ ഉത്തരം വേണം. രാധികാമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല മോൾ ഇവിടെ ഇല്ലാഞ്ഞ ദിവസം അവൾ കുറച്ച് ആ റൂമിൽ താമസിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് പറയും, വേഗം ആ മറ്റേ റൂം അവൾക്ക് കാണിച്ചു കൊടുക്കുക, പുതിയ റൂം കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. രഞ്ജു പറയും, എനിക്കിപ്പോൾ ഏത് റൂമാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോ കാഞ്ചനെ, എനിക്ക് ആ റൂം കാണിച്ചു തരാൻ പറയാൻ കാഞ്ചനയും രഞ്ജുവും കൂടെ ആ റൂമിലേക്ക് പോവുകയാണ്. കാഞ്ചനെ രാധിക വിളിക്കുക, കാഞ്ചന ഇവിടെ വരെ വരാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ രാധികയുടെ അടുത്തേക്ക് കാഞ്ചന ചെല്ലുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ അസുഖത്തെക്കുറിച്ച് അവളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് എന്താണല്ലോ അവളുടെ അസുഖത്തെക്കുറിച്ച് നീ സംസാരിക്കണം, അവളിൽ നിന്ന് എന്ത് അസുഖമാണ് മറച്ചു വെച്ചേക്കുന്നതെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ കാഞ്ചന എന്താണേലും അത് അവരുടെ അടുത്ത് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രിയനെ സമാധാനിപ്പിക്കുന്നുണ്ട് രാധിക, അവളെന്ന് എൻ്റെ അടുത്ത് ഒന്നും പറയാൻ വല്ല, അങ്ങനെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ ഏറ്റപ്പോൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാധിക പ്രിയനെ സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി നാളെ കാണാം.